ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും വൻപയർ കൊണ്ടുള്ള മറ്റൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഹൈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒന്ന് ഹൈപ്പ് ചെയ്തിരിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് നമുക്ക് വൻപയർ വേണം. നിങ്ങൾ കുതിർത്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ രാവിലെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിൽ രാത്രി കിടക്കാൻ നേരത്ത് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുതിർത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നേരം വേവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. സാധാരണ രീതിയിൽ ഒരുവിധം എല്ലാവരും കുതിർത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തലേ ദിവസം രാത്രിയിൽ ഇട്ട് വെച്ചാൽ മതി, രാവിലെ ആകുമ്പോഴേക്കും കുതിർന്ന് കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ കുതിർത്തുന്നൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ഡയറക്റ്റ് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഏകദേശം ഒരു 2 പിടിയോളം വൻപയറാണ് എടുക്കുന്നത്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചില പയറിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ചില പയർ വേവാനുള്ള ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ പിന്നീട് ഉപ്പിട്ട് കൊടുത്താലും മതി. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഇത്തിരി ഉപ്പിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാലും മതിയാവും കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ചില പയറേ ഉള്ളൂ, എല്ലാ പയറും ഇല്ല. പക്ഷേ ചില പയർ ഇങ്ങനെ കല്ലിച്ച് കിടക്കും, വേവില്ല. ഉപ്പ് ചേർത്ത് നമ്മൾ വേവിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ 10 വിസിൽ പോലും കേൾപ്പിച്ചാലും വേവാത്ത പയറുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഞാനൊരു 3 വിസിൽ കേൾപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. വെന്ത് ഉടഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില പയറിന് അധികം വേവ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള പയറാണെങ്കിൽ 2 വിസിൽ കേൾപ്പിച്ചാൽ മതി. ഇതിപ്പോൾ നിങ്ങൾ കുതിർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലത് വിസിൽ കേൾപ്പിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ അതായി വരുന്ന സമയത്ത് ഞാനൊരു പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ടൊന്ന് പൊട്ടിച്ച് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ചെറിയൊരു കഷ്ണം മത്തങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്താൽ ഇതുപോലെ കട്ട് ചെയ്താണ് നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചെറിയൊരു കഷ്ണം മതി കേട്ടോ. എന്നിട്ട് ആ എണ്ണയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരിത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പയറിൽ ഉപ്പിട്ട് വേവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. മത്തങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള സ്വല്പം ഉപ്പ് മാത്രം മതിയാവും. ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മത്തങ്ങ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ആവി കയറുമ്പോൾ തന്നെ വെന്ത് കിട്ടും. വെന്തങ്ങ് ഉടയരുത്, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഉടഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. വേവണം എന്നാൽ അങ്ങ് ഉടയുന്ന പരുവാവുകയും ചെയ്യരുത്. ആ ഒരു രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോഴത്തേനും നമ്മുടെ പയർ വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയി നമ്മൾ ഓപ്പൺ ചെയ്ത് മാറ്റി വെച്ചിരിക്കും. ഈ സമയത്ത് നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നല്ല 1 പിടി തേങ്ങ എടുത്താൽ മതി. ഞാൻ ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്താണ് കേട്ടോ, പീസാക്കി എടുത്തിട്ട്. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. ചെറുതായതുകൊണ്ട് 3-4 എണ്ണം ഇട്ടു. വലുതാണെങ്കിൽ 1-1.5 ഒക്കെ ഇട്ടാൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്തോളൂ. ചിലർക്ക് വെളുത്തുള്ളി ഇഷ്ടമാവില്ല, അങ്ങനെയുള്ളവർക്ക് ഒഴിവാക്കാം. പക്ഷേ വെളുത്തുള്ളി ചേർത്ത് അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് അരച്ചെടുക്കരുത്. അപ്പോൾ ഇടയ്ക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് മതി കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ അരപ്പ് തയ്യാറായി വരും. കണ്ടോ, മത്തങ്ങ അങ്ങ് ഒരുപാട് ഉടഞ്ഞിട്ടില്ല, എന്നാൽ ഏകദേശം ഒരു 75% വെന്തിട്ടുമുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ, അതായത് വൻപയർ, ആ വൻപയർ നമ്മൾ ഈ മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഏകദേശം നമ്മുടെ മത്തങ്ങ ഒരു 75-80% വേവുമ്പം വേണം പയർ ചേർത്ത് കൊടുത്താൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് വെന്തതിന് ശേഷമാണെങ്കിൽ പയർ ചേർക്കുമ്പോൾ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കുക. വെള്ളത്തോടു കൂടി ചേർക്കരുത്. ആ പയർ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിൽ വെള്ളമുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് കുഴയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ.
ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇങ്ങനെയുള്ള കറികളൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മത്തങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വൻപയർ കൊണ്ടും ഒരുപാട് റെസിപ്പീസ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലോട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ചതച്ച മുളക്, നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ, വറ്റൽമുളക് ചതച്ചത്, അതുകൂടി ഞാനൊരു ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പച്ചമുളകല്ലേ ചേർത്തിട്ടുള്ളൂ, ഇതിൽ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചതച്ച മുളക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ചേർത്തിട്ട് എരിവ് വേണ്ടുന്നവർക്ക് തേങ്ങ നമ്മൾ ചതച്ചെടുക്കുമല്ലോ, ആ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ട് ചതച്ചെടുത്താലും മതി. അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ ഈ ഒരു വറ്റൽമുളക് ചതച്ചത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നി ഒരു ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലിനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി നമ്മുടെ മത്തങ്ങയിലും അതുപോലെ തന്നെ ആ പയർ ചേർക്കുമ്പോഴും ഒരു സ്വല്പം വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും. അതെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് ആ ഒരു തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം, അത്രയേ ഉള്ളൂ. ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ശരിക്കും ഒരു തൈരോ മോരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ നല്ലതായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, മത്തങ്ങ ഒന്നും അങ്ങ് കുഴഞ്ഞു പോയിട്ടില്ല. മത്തങ്ങ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോകും. അതുപോലെ തന്നെ പയറും ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകരുത്, എന്നാൽ നന്നായി വേവുകയും വേണം. മത്തങ്ങ നല്ലപോലെ വെന്തതിന് ശേഷം പയറും തേങ്ങയും ചേർത്ത് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഒരു 75-80% വേവാകുമ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒതുക്കി വെച്ച് കൊടുത്താൽ ആ ഒരു തേങ്ങയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറും, അരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മുടെ മത്തങ്ങയും ബാക്കി വെന്ത് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം. വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.